അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം വീട്ടിലായിരുന്നു. ഹൗസ് ഏജൻസി പീരീഡ് ആയതുകൊണ്ട് ഇപ്പോൾ പിള്ളേരുടെ കൂട്ടത്തിലല്ല, സ്റ്റാഫിൻ്റെ കൂട്ടത്തിലല്ല. അപ്പോൾ ഈ പ്രാവശ്യം ഓണം സെലിബ്രേഷനായിട്ട് വീട്ടിലോട്ട് തന്നെ വന്നു. കൊല്ലത്താണ് പോയത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് പിള്ളേർ പൂക്കളത്തിനുള്ള സെറ്റപ്പൊക്കെ ആയി. കഴിഞ്ഞൊരു നിൽക്കാതെ പൂക്കളം റെഡിയാക്കുന്നതാണ് കാണുന്നത്. ഇവിടെ പൂക്കളൊക്കെ കുറച്ചൊക്കെ പിച്ചിയൊക്കെ ഇട്ട് ജപന്തി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ബട്ട് അവരതൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പൂക്കളം ഉണ്ടാക്കി. ഇത് ഡാഡിയും മോളും കളിക്കുന്ന ലിസുവും ചെറിയങ്കയാണ്. ലിസുവിൻ്റെ അടുത്ത് സോപ്പിട്ട് ഉമ്മ വാങ്ങിച്ചെടുക്കുകയാണ് ചെറിയങ്ക. അങ്ങനെ രാവിലെ പള്ളിയിൽ പോകുന്ന തിരക്കായിരുന്നു. എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്ന ഇതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോയി. കടൂർപ്പള്ളിയിലാണ് നമ്മളിന്ന് പോയത്. പള്ളി കഴിഞ്ഞിട്ട് പരിചയക്കാരൊക്കെ കണ്ട് ഹാപ്പി ഓണം വിഷ് ചെയ്യുകയാണ് എല്ലാവരും. പിന്നെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വീട്ടിലൊക്കെ വന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ലിസുക്കുട്ടി പൂക്കളത്തിനകത്തിരിക്കുന്ന കുഞ്ഞു ഫോട്ടോയാണിത്. അങ്ങനെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ ഞങ്ങൾ മുക്കാട്ടോട്ട് പോയി. മ്യൂസിയമ്മയെ വിളിച്ചുകൊണ്ട് സീമാസിൽ പോയി. നേരെ ചവറയിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുഞ്ഞിന് വേണ്ടി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോയി. കുഞ്ഞിനെ പ്രഗ്നൻ്റായിട്ട് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് സത്യമായിട്ട് ഞെട്ടിപ്പോയി. ഓണത്തിന് സദ്യയൊക്കെ സുഭാഷനും ഷൈനിയും കൂടെ ഒരുക്കിയത്. കുറേ കറികളുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു അവരിങ്ങനെ ചെയ്തത്. പക്ഷെ എന്നാലും ഇറ്റ് വാസ് ഓസം. 3 കൂട്ടം പായസവും നിറയെ കറികളും എല്ലാം ഒപ്പിച്ചു കൊള്ളായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഓണം.